സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ കഴിവുള്ള മക്കളായി വേദനയും ദുഃഖവും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെയും ഏറ്റുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പാടുവാൻ നമുക്ക് സാധിക്കണം. വേദനയുണ്ട്, സങ്കടമുണ്ട്. ഈ ദേശം മുഴുവനും വേദനയിൽ അമർന്ന് ഇരിക്കുകയാണല്ലോ. വേദപുസ്തകത്തിൽ നാം ജോബിനെ പറ്റി പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ടല്ലോ. ജോബിന് വന്ന പരീക്ഷണത്തെ പറ്റി നാം കേട്ടിട്ടുണ്ടല്ലോ. കുടുംബത്തിലുള്ള തൻ്റെ ഭാര്യയും മക്കളും തൻ്റെ സ്വത്തുക്കളും എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ പിശാച് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഇനിയെങ്കിലും നിനക്ക് നിന്റെ ദൈവത്തെ ഉപേക്ഷിക്കരുതോ എന്ന്. ജോബിൻ്റെ മറുപടി, ദൈവം തന്നു, ദൈവം എടുത്തു, അവിടുത്തെ നാമം വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. കുടുംബത്തിൽ ശേഷിക്കുന്ന ഈ മൃതശരീരത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന സഹോദര സഹോദരികളെ, ജോബിനെ പോലെ നമുക്ക് പറയണം, ദൈവം തന്നു, ദൈവം തന്നെ എടുത്തു, അവിടുത്തെ നാമം വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. നമുക്ക് ഈ മക്കളെ തന്ന ദൈവത്തിന് നന്ദി പറയാം. കർത്താവിൻ്റെ ആഗമന കാലത്തിനു വേണ്ടി ഒരുങ്ങുന്ന സമയമാണല്ലോ ക്രൈസ്തവ സമൂഹം. ദൈവം നമുക്ക് രക്ഷ നേടിത്തന്നത് കർത്താവിൻ്റെ ജനനത്തോടുകൂടിയും കർത്താവിൻ്റെ മരണത്തോടുകൂടിയും ഉയർപ്പോടുകൂടിയുമാണ്. കർത്താവിൻ്റെ രക്ഷയുടെ മാർഗങ്ങൾ നമ്മിലേക്ക് തന്നുകൊണ്ട് നമ്മുടെ ജീവൻ സംരക്ഷിക്കുന്നതിന്, രക്ഷയിലേക്ക് നമ്മെ കൊണ്ടുവരുന്നതിന് ദൈവം ആഗ്രഹിച്ചു. നാം എല്ലാവരും മരിക്കും. എപ്പോൾ മരിക്കുന്നു എന്ന് ആർക്കും അറിയത്തില്ലല്ലോ. സഹോദരങ്ങളെ, ഒരുക്കത്തോടുകൂടെ ആയിരിക്കാം. അർദ്ധരാത്രിക്കോ കോഴി കൂവുമ്പോഴോ പ്രഭാതത്തിലോ എപ്പോൾ മരിച്ചാലും നമ്മെ ആരിവിടേക്ക് അയച്ചോ അവൻ്റെ സന്നിധിയിലേക്ക് നടന്നു പോകുന്നതിന് നമുക്ക് കഴിയട്ടെ. സ്വർഗം ഈ മക്കൾക്ക് 4 പേർക്കും, 2 അപ്പന്മാർക്കും 2 മക്കൾക്കുമായി ഇന്ന് സ്വർഗം തുറന്ന് കൊടുത്തിരിക്കുന്നു. സ്വർഗത്തിൻ്റെ കവാടം തുറന്നു കൊടുത്തിരിക്കുന്നു. ഇന്ന് മുതൽ ഈ മക്കള് 4 പേരും സ്വർഗത്തിൻ്റെ അവകാശികളായിത്തീരുന്നു. അവർ ഈ ഭൂമിയിൽ ജീവിച്ചു. അവരെയൊക്കെയും വ്യക്തിപരമായി അറിയാവുന്ന ആളുകളാണല്ലോ ഈ ഇവിടെ വന്നിട്ടുള്ളതും വന്നുകൊണ്ടിരിക്കുന്നതും. സഭയുടെ ഈ പ്രദേശത്തെ നമ്മുടെ മലങ്കര സഭയുടെ വിവിധമായ പരിപാടികളിൽ നിങ്ങൾ സംബന്ധിച്ചുകൊണ്ട് അനുഗ്രഹങ്ങൾ പ്രാപിച്ചു കൊണ്ടിരിക്കുന്നവരാണല്ലോ. MCYM-ലും നമ്മുടെ വേദപാഠ പഠന ക്ലാസ്സുകളിലും ഈ മക്കളൊക്കെയും സജീവമായി പ്രവർത്തിച്ചു. ഈ മകളെ ഞാൻ ആരംഭിച്ച് വളർത്തിയെടുത്ത ഒരു കോളേജിലെ സ്റ്റുഡൻ്റായി MSW പഠിച്ചതാണ്. അവിടെ നിന്നുമൊക്കെ ഉള്ള കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. മാർത്താണ്ഡത്ത് നിന്ന് എത്രമാത്രം വലിയ സ്നേഹം പങ്കുവെച്ചിട്ടുള്ള 2 കുഞ്ഞുമക്കള്, ഒരിടവകയുടെ 2 മക്കള് വിവാഹിതരായിട്ട് 2 ആഴ്ചയെ കഴിഞ്ഞുള്ളല്ലോ. അവരുടെ സ്നേഹം പൊലിഞ്ഞു പോയില്ല. ശക്തിപ്പെട്ട് സ്വർഗത്തിൽ 2 പേരും
ആയിരിക്കുന്നു എന്നുള്ളതിൽ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. അവർക്ക് ആ വലിയ ഭാഗ്യം ഏത്? സ്വർഗഭാഗ്യം. സ്വർഗഭാഗ്യം കൊടുക്കുന്നതിന് ദൈവം ആഗ്രഹിച്ചു. സുഹൃത്തുക്കളായിട്ടുള്ളവരെ, കുടുംബത്തിലായിട്ടുള്ളവരെ, ബന്ധുമിത്രാദികള്, അധ്യാപകരായിട്ടുള്ളവരൊക്കെയും ഇവിടെയുള്ള നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് ഈ രണ്ട് മക്കളെയും അവരുടെ പിതാക്കന്മാരെയും നമുക്ക് യാത്രയാക്കാം. ആക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത് ഇവർ തഴയപ്പെടുകയല്ല, പ്രത്യാശയോടുകൂടി ഇവർ ജീവിക്കുന്നു എന്നുള്ളതാണല്ലോ. പ്രത്യാശ എന്ന് നമ്മളെല്ലാവരും പ്രത്യാശയോടുകൂടി ജീവിക്കുന്നവരാണ്. എന്തെന്നാൽ കർത്താവ് വീണ്ടും വരുമെന്നും നമ്മെ കൂട്ടിച്ചേർക്കുമെന്നും ഒക്കെയും നമുക്കറിയാം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല മക്കളെ, സഹോദരങ്ങളെ. വിശുദ്ധ പൗലോസ്ലീഹായോട് ചേർന്നുകൊണ്ട് നമുക്കും പറയുവാൻ കഴിയട്ടെ, പട്ടിണിക്കോ ആപത്തിനോ വാളിനോ മരണത്തിന് തന്നെയും എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുവാൻ സാധ്യമല്ല. യേശുവുമായി അത്രമാത്രം വലിയ ഒരു ബന്ധം ഈ മക്കൾക്ക് ഉണ്ടായിരിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കും അവരെ വേർപെടുത്തുവാൻ സാധ്യമല്ലല്ലോ. കുടുംബത്തിലുള്ള സഹോദരങ്ങളെ, ഇടവക മക്കളെ, ബന്ധുമിത്രാദികളെ, ഒരു ദിവസം നാം അറിയാതെ തന്നെ നമ്മുടെ ജീവൻ ദൈവം എടുക്കുമ്പോൾ ഒരുക്കത്തോടുകൂടി ജീവിച്ചുകൊണ്ട്, വളരെ അപ്രതീക്ഷിതമാണെങ്കിലും അത് ജീവിച്ചുകൊണ്ട് ദൈവത്തിന് സമർപ്പിക്കുവാനുള്ള ഭാഗ്യം ഈ മക്കൾക്ക് ലഭിച്ചതുപോലെ നമുക്കെല്ലാവർക്കും ആ സ്വർഗത്തിൽ ചെന്നു ചേരുവാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കുടുംബത്തിന് പ്രാർത്ഥന, അനുശോചനം പറയുന്നില്ല, പ്രാർത്ഥന, സ്നേഹം, കരുതൽ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു.